റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കീഴടങ്ങിയേക്കുമെന്ന് സൂചന. വയനാട്ടിലെ കോടതികൾ കേന്ദ്രീകരിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കീഴടങ്ങാനാണ് വയനാട് കർണാടക അതിർത്തിയിലേക്ക് എത്തിയതെന്നാണ് നിഗമനം. അതിർത്തിയിലെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അതിർത്തി പ്രദേശമായ സുള്ളിയിൽ രാഹുൽ എത്തിയതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഹരിമോഹൻ, VS രഞ്ജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഇപ്പോൾ മുൻപിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റു വഴികളില്ല. രണ്ടാമത്തെ FIR ഇട്ടതുകൊണ്ട് തന്നെ ജാമ്യ ഹർജിയിൽ അനുകൂലമായ ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുകയും വയ്യ. രണ്ടാമത്തെ കേസിലും ജാമ്യ ഹർജിയുമായി പോകേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനു മുമ്പ് കീഴടങ്ങലാണോ ഇപ്പോൾ രാഹുലിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം? അതിനായി കേരളത്തിലെ കോടതിയിൽ കീഴടങ്ങാൻ അതിർത്തി പ്രദേശത്തേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ടോ SIT? അരുൺ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വയനാട് കർണാടക അതിർത്തി ഭാഗത്തേക്ക് രാഹുൽ എത്തിയതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്നാണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘവും അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. രാത്രിയോടുകൂടി, അതായത് ഏറെക്കുറെ ഒരു 7 മണിയോടുകൂടിയാണ് സുള്ളിയിലെ പരിശോധന തുടങ്ങുന്നത്. സുള്ളിയിൽ എത്തി എന്നുള്ള ചില സംശയങ്ങളുടെ പേരിൽ, ചില വിവരങ്ങളുടെയൊക്കെ പേരിലാണ് സുള്ളിയിൽ പരിശോധന നടത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെയും വയനാട് കർണാടക അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന, SITക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വയനാട്ടിലെ ഏതെങ്കിലും കോടതികളിൽ, മാനന്തവാടി അടക്കമുള്ള കോടതികളിൽ ഏതെങ്കിലും ഒന്നിൽ രാഹുൽ കീഴടങ്ങിയേക്കും എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ കോടതികളിൽ നിരീക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. കീഴടങ്ങാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. കോടതിയിൽ കയറുന്നതിന് മുൻപ് തന്നെ, കീഴടങ്ങാനാണ് രാഹുലിന്റെ പദ്ധതിയെങ്കിൽ കോടതിയിൽ കയറുന്നതിന് തൊട്ട് മുൻപ് വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. കാരണം 8ാം ദിവസമായിരിക്കുന്നു രാഹുൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ കീഴടങ്ങിയാൽ പോലീസിനെ സംബന്ധിച്ച് അതൊരു വലിയ വീഴ്ചയായി മാറും. അതുകൊണ്ട് തന്നെ കീഴടങ്ങുന്നതിന് മുമ്പ് രാഹുലിനെ പിടികൂടുക എന്നുള്ളത് നിർദ്ദേശമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരിശോധനകൾ നടക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയിൽ മുതൽ ഒരു തോട്ടത്തിലാണ് തോട്ടങ്ങൾ മാറുന്നു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കിട്ടുന്നു. അതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്കും അന്വേഷണ സംഘം പോവുകയാണ്. അവർ ചെല്ലും തോറും രാഹുൽ ലൊക്കേഷൻ മാറി മാറി പോവുകയാണ്. പക്ഷേ അതിർത്തി പ്രദേശങ്ങളൊന്നും തന്നെ വിട്ടുപോയിട്ടില്ല. വയനാട്ടിലേക്ക് എളുപ്പം കയറാൻ പറ്റുന്ന ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഒളിസങ്കേതം മാറി മാറി പോകുന്നത് എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ തോട്ടങ്ങളിൽ, അതിർത്തിയിലുള്ള തോട്ടങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ചില പ്രാദേശിക സഹായങ്ങൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. നമുക്കറിയാം, കർണാടകയിൽ പോലും രാഹുലിന് അത്തരത്തിൽ സഹായം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ സ്വാഭാവികമായിട്ടും അത്തരം സഹായങ്ങൾ ഉണ്ടാകും. ഈ തോട്ടം തൊഴിലാളികളിൽ നിന്നൊക്കെ തന്നെ ചില വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എനിക്ക് ദീപക് മോഹനിലേക്ക് കൂടി ഒന്ന് അറേഞ്ച് ചെയ്യൂ PCR. ദീപക് മോഹൻ, കാര്യം ഈ പ്രദേശത്തെ കുറിച്ച് ദീപക് മോഹന് നല്ല ധാരണയുണ്ട്. കർണാടക വയനാട് അതിർത്തികൾ ഏതൊക്കെ പ്രദേശങ്ങൾ കടന്നു വന്നാൽ ആദ്യത്തെ ഈ അതിർത്തിയിലുള്ള കോടതിയിലേക്ക് എത്താം? മാനന്തവാടി കോടതിയായിരിക്കും ഒരുപക്ഷെ ഈ അതിർത്തിയിൽ കാണുന്ന ആദ്യത്തെ കോടതി. മാനന്തവാടി കോടതിയിൽ കീഴടങ്ങാനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശമെന്നറിയുന്നു. കർണാടകയിൽ നിന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കർണാടക, തമിഴ്നാട്, കേരള അതിർത്തിയിലുള്ള തോട്ടങ്ങളിലെത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.